2022 ഏപ്രിൽ 29 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചിലർ നടത്തിയ ആത്മഹത്യാ ശ്രമമാണ് ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ കാരണമായത്. ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായി ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ പെട്രോൾ ഒഴിച്ച് ഒരു ആത്മഹത്യാ ശ്രമം നടത്തുകയാണ്. ഈ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയ ഈ രണ്ടുപേരും തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഈ ഒരു പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ആ വീട്ടിൽ മോഷണം നടത്തി എന്ന് പറഞ്ഞ ആ ഒരു കേസിലെ പ്രതികളായിരുന്നു ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസിന് അത്ര മുഖവിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പോലീസിന് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരിപ്പോൾ പ്രതികളാണ്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളങ്ങൾ ഇവർ പറയുകയാണെന്ന് പോലീസ് ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് ഇവർ രണ്ടുപേരെയും കൺട്രോൾമെന്റ് പോലീസ് നിലമ്പൂർ പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നീട് നിലമ്പൂർ പോലീസിന്റെ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലുമാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു ദാരുണമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. മൈസൂർ രാജീവ് നഗറിൽ ചികിത്സ നടത്തിയിരുന്ന ഒരു നാട്ടുവൈദ്യനായിരുന്നു ഷാബാ ഷെരീഫ്. പൈൽസിലുള്ള ചികിത്സ തേടിയിട്ടായിരുന്നു മിക്കവരും ഈ ഒരു വൈദ്യന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു വൈദ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഈ പൈൽസിന്റെ അസുഖങ്ങളുമായിട്ട് വരുന്നവരുടെ എല്ലാവരുടെയും ഈ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ആ ഒരു ചികിത്സയ്ക്ക് ഒരു ഒറ്റമൂലി നൽകിക്കൊണ്ട് ആ ഒരു അസുഖം പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വൈദ്യനായിരുന്നു. അങ്ങനെയാണ് ഈ നിലമ്പൂരുള്ള ഈ പ്രവാസി വ്യവസായിയായ അഷ്റഫ് ഈ ഒരു വൈദ്യനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു പൈൽസിനുള്ള ഒറ്റമൂലി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, ആ ഒരു മരുന്ന് വിറ്റ് എങ്ങനെയെങ്കിലും കൂടുതൽ പണമുണ്ടാക്കണം എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ ഒരു പ്രവാസി വ്യവസായിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്നിൻ്റെ ഒറ്റമൂലി എങ്ങനെയെങ്കിലും ഈ വൈദ്യൻ്റെ കയ്യിൽ നിന്ന് അറിയണം എന്ന ലക്ഷ്യത്തോടു കൂടി മൈസൂരിലേക്ക് പോവുകയാണ്. മൈസൂരിലെത്തിയ ഷബിൻ തൻ്റെ കൂട്ടാളികളെ ഈ ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഈ വൈദ്യരെ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലോട്ടേക്ക് എത്തിക്കണം, എന്നിട്ട് വേണം ആ ഒരു ഒറ്റമൂലി കണ്ടെത്താൻ എന്ന് പറഞ്ഞു. തുടക്കത്തിൽ ലോഡ്ജിൽ പൈൽസിന് ചികിത്സയിലായിരുന്ന ഒരു വ്യക്തിയെ ചികിത്സിക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു വൈദ്യനെ ഇവരെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഷൈബിൻ കൂടെ ഉണ്ടായിരുന്ന സഹായികളെയായിരുന്നു വൈദ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ബൈക്കിൽ വൈദ്യനെയും കൊണ്ട് വരുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു കാറ് അവിടെ വന്ന് നിൽക്കുകയും ഈ വൈദ്യരെ ബലപ്രയോഗത്തിലൂടെ ആ കാറിലേക്ക് ഈ ബൈക്കിലുള്ളവരും ഷൈബിനും ചേർന്ന് ബലമായിട്ട് കയറ്റുകയും അങ്ങനെ നിലമ്പൂരിലുള്ള ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ നിലമ്പൂരുള്ള ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ഈ ഒരു വൈദ്യനെ ഈ നിലമ്പൂരുള്ള ഈ ഒരു വീടിൻ്റെ ഒരു റൂമിലേക്ക് ഇങ്ങനെ പൂട്ടിയിടുകയാണ്. ആ ഒരു റൂമിൽ തന്നെ ഈ വൈദ്യന് ടോയ്ലറ്റ് സൗകര്യങ്ങളും അതേപോലെ തന്നെ കിടക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു റൂമിൽ CCTVയും ഇവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വൈദ്യൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഇവർക്ക് എപ്പോഴും നിരീക്ഷിക്കാൻ വേണ്ടി. ഇങ്ങനെ ഈ ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ഈ ഒരു വൈദ്യനെ ഈ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം ഈ ഷൈബിനും കൂട്ടാളികളും ദിവസവും ഈ ഒരു വൈദ്യനെ മർദ്ദിക്കുകയുണ്ടായിരുന്നു. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ വൈദ്യന്റെ കയ്യിൽ നിന്ന് ഈ ഒറ്റമൂലിയുടെ രഹസ്യം കിട്ടണം. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ക്രൂരമായ മർദ്ദനങ്ങളായിരുന്നു ഈ ഒരു വൈദ്യൻ നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വൈദ്യന് താങ്ങാവുന്നതിൽ കൂടുതൽ മർദ്ദനമേറ്റിട്ടും ഈ ഒരു വൈദ്യൻ ആ ഒറ്റമൂലിയുടെ രഹസ്യം ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒറ്റമൂലിയുടെ രഹസ്യം അറിയാനായി ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ഈ ഒരു വൈദ്യനെ ഷൈബിനും കൂട്ടരും കൂടെ ചേർന്ന് ഏകദേശം 1 വർഷത്തോളമായിരുന്നു ആ ഒരു റൂമിലിട്ട് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് 2020 ഈ ഒരു മർദ്ദനം തുടരുന്നതിനിടയിൽ ഈ ഒരു വൈദ്യൻ ആ ഒരു റൂമിൽ മരിച്ചു വീഴുന്നത്. മുഖത്ത് സാനിറ്റൈസർ അടിച്ചും അതേപോലെ തന്നെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് കാലിൽ ഉരുട്ടിയുമായിരുന്നു ഈ വൈദ്യനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ക്രൂരമായ മർദ്ദനത്തിനൊടുവിലാണ് ഈ ഒരു ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന വൈദ്യൻ ആ റൂമിൽ മരിച്ചു വീഴുന്നത്. വൈദ്യൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയവർ പിന്നീട് ഈ ഒരു ശവശരീരം എങ്ങനെയെങ്കിലും മറവ് ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ചിന്ത. അതിനായി ഇവർ കണ്ടെത്തിയ വഴി അതിലും ക്രൂരമായിരുന്നു. ഈ ഒരു വൈദ്യൻ്റെ മൃതദേഹം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചാലിയാറിൽ തള്ളാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. അതിനു മുമ്പ് ഈ ഒരു ശരീരം വെട്ടിനുറുക്കാനുള്ള കത്തിയും അതേപോലെ ഇത് പാക്ക് ചെയ്യാനുള്ള കവറുകളെല്ലാം തന്നെ ഇവർ നിലമ്പൂരിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഷൈബിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച് ഈ ഒരു ശരീരം പല കഷ്ണങ്ങളായി വെട്ടിനുറുക്കുകയായിരുന്നു. പിന്നീട് ഈ വെട്ടിനുറുക്കിയ കഷ്ണങ്ങളൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഷൈബിൻ്റെ കാറിലായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ഈ ബാഗുകളെല്ലാം ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ ചാലിയാറിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. 2019 ഷാബാ ഷെരീഫിൻ്റെ ബന്ധുക്കൾ ഈ ഒരു വൈദ്യനെ കാണാനില്ലെന്ന് പറഞ്ഞ് മൈസൂർ പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ചെറിയൊരു അന്വേഷണം നടത്തിയെങ്കിലും ഈ വൈദ്യനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ആ ഒരു സമയത്ത് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കൊലപാതകത്തിന് ഷൈബിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന കൂട്ടുപ്രതികൾക്ക് ഷൈബിൻ ഒരുപാട് പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇവർ ഷൈബിൻ്റെ കൂടെ ഈ ഒരു ക്രൂരകൃത്യത്തിന് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കൊലപാതകത്തൊക്കെ ശേഷം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു പണം ഇവർക്ക് ലഭിക്കാതെ വന്നു. ഷൈബിൻ ഈ ഒരു പണം ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. ഷൈബിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു പണം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് ഈ ഒരു കൂട്ടുപ്രതികൾ ഷൈബിൻ്റെ വീട്ടിൽ കയറി എങ്ങനെയെങ്കിലും ഈ ഒരു പണം കൈക്കലാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ആ ഒരു വീട്ടിൽ കവർച്ച നടത്തുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഒരു ഈച്ച പോലും അറിയാതിരുന്ന ഈ ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ കഥ പുറംലോകം അറിയുന്നത്. 2022 ഏപ്രിൽ 24 രാത്രിയാണ് ഷൈബിന്റെ നിലമ്പൂരിലെ വീട്ടിൽ ഒരു സംഘം ആൾക്കാർ കയറി കവർച്ച നടത്തുന്നത്. ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7 ലക്ഷം രൂപയും അതേപോലെ തന്നെ 3 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും മോഷണം പോയി എന്നായിരുന്നു ആ ഒരു സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോലിക്കാർ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ആയിരിക്കണം ഈ ഒരു മോഷണത്തിന് പിന്നിൽ എന്ന് പോലീസിന് ഷൈബിൻ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ അന്വേഷണം നടത്തിയ പോലീസ് ഏപ്രിൽ 27 സുൽത്താൻ ബത്തേരിയിൽ വെച്ച് അഷ്റഫ് എന്നയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ നൗഷാദിന്റെ ചേട്ടനാണ് ഈ ഒരു അഷ്റഫ് എന്ന് പറയുന്ന ആള്. അങ്ങനെ ആ ഒരു അറസ്റ്റോടെ ഷൈബിനെതിരെയുള്ള തെളിവുകൾ കൂടുതൽ പുറത്തേക്ക് വരികയായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ആരും തന്നെ അറിയാതിരുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ അതിക്രൂരമായ ഈ ഒരു കൊലപാതകം ഷൈബിന്റെ വീട്ടിൽ നടന്ന ഒരു മോഷണത്തിന്റെ പേരിൽ ഇവർ കൊടുത്ത കേസാണ് ഇതുവരെ ആരും അറിയാതിരുന്ന ആ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ തുടങ്ങിയത്. ഈ ഒരു മോഷണ കേസിൽ അഷ്റഫ് അറസ്റ്റിലായതിന് പിറ്റേ ദിവസമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നാടകീയമായ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. മറ്റു പ്രതികളായ നൗഷാദ്, സലീം, സക്കീർ എന്നിവരാണ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഉടനെ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുകയുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ഉടനെ തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോലീസുകാരോട് ഈ ഒരു 3 പ്രതികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, സൈബിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കൊലപാതകം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു പോലീസിന് ഇവർ അന്ന് കൊടുത്ത മൊഴി. ഇവർക്കെതിരെ തിരുവനന്തപുരം പോലീസ് ആത്മഹത്യാ ശ്രമത്തിന് കേസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പോലീസ് ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പറഞ്ഞ കാര്യത്തിൽ ഇവർ ഉറച്ചു നിന്നതോടുകൂടി തിരുവനന്തപുരം പോലീസ് ഇവരെ നിലമ്പൂർ പോലീസിന് കൈമാറുകയായിരുന്നു. നിലമ്പൂർ പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വൈദ്യനെ തടങ്കിൽ പാർപ്പിച്ചതും അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വിവരം ലോകമറിയുന്നത്. ഈ ഒരു കൊലപാതകത്തിന് തെളിവായിട്ട് വൈദ്യനെ തട്ടിക്കൊണ്ടുപോയി ഈ ഒരു റൂമിൽ പാർപ്പിച്ച വീഡിയോസൊക്കെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇവർ പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു തെളിവുകളൊക്കെ പോലീസ് ഈ വൈദ്യൻ്റെ ബന്ധുക്കളെ കാണിച്ചപ്പോൾ അത് ബാബ ഷെരീഫ് എന്ന് പറയുന്ന ആ ഒരു വൈദ്യൻ തന്നെയാണെന്ന് ഇവരുടെ കുടുംബം തിരിച്ചറിയുകയായിരുന്നു. അതോടെയാണ് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഷൈബിൻ പറയുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്ങനെ ഷൈബിൻ്റെയും ഈ കൂട്ടുപ്രതികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഈ ഒരു വൈദ്യൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് ഈ ഒരു പ്രവാസി വ്യവസായിയായ ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ആളെ പറ്റി പോലീസ് കൂടുതൽ അന്വേഷിച്ചത്. അങ്ങനെയാണ് പോലീസിന് ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കിട്ടിയത്. ബത്തേരിയിൽ ഓട്ടോ ഓടിച്ചും അതേപോലെ തന്നെ ലോറിയിലൊക്കെ ക്ലീനറായിട്ട് ജോലി ചെയ്യുന്ന ഈ ഒരു ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഗൾഫിൽ പോയതിനു ശേഷമാണ് കോടീശ്വരനായ ഒരു പ്രവാസി വ്യവസായിയായി മാറിയത്. അറബിയോടൊപ്പം എണ്ണക്കച്ചവടം ആണെന്നായിരുന്നു നാട്ടിലെ എല്ലാവരോടും ഈ ഒരു ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരുന്നു സൈബിൻ്റെ സാമ്പത്തിക വളർച്ച എന്ന്. കാരണം അത്രയ്ക്കും പണം സൈബിൻ്റെ കയ്യിൽ ആ ഒരു സമയത്തുണ്ടായിരുന്നു. ഈ ഒരു പണമൊക്കെ എങ്ങനെ വന്നു എന്ന് നാട്ടുകാർക്കും ഒരു സംശയം ആ ഒരു സമയത്തുണ്ടായിരുന്നു. ബത്തേരിയിലും നിലമ്പൂരിലുമായി കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങളും വീടുകളും ഷൈബിൻ്റെ പേരിലുണ്ടായിരുന്നു. ഗൾഫിൽ എണ്ണക്കച്ചവടമാണെന്ന് പറഞ്ഞ് ഏറെ യുവാക്കളെ ഷൈബിൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നാട്ടിലും ചെറുപ്പക്കാരുടെ ഒരു സംഘം ഷൈബിൻ്റെ ചുറ്റിലും എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഈ ഒരു കൊടും കുറ്റവാളിയുടെ മുഖം പുറലോകം അറിയുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് തൻ്റെ വീട്ടിൽ നടന്ന ഒരു മോഷണത്തിന് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതായിരുന്നു. അങ്ങനെയാണ് ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ആളുടെ മുഖം കൂടി പുറലോകം അറിയാൻ കാരണമായത്.